ഒരു അമേരിക്കൻ ചിക്കൻ ചോപ്സിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. സാധാ നൂഡിൽസ് ഉണ്ടാക്കുന്ന അതേപോലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നൂഡിൽസിനൊന്ന് വറുത്തെടുക്കണം, അത്രയേ ഉള്ളൂ. അതിനായിട്ട് കട്ടിയുള്ള നൂഡിൽസാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ വേണ്ടെങ്കിൽ വെജിറ്റബിളും ചെയ്യാവുന്നതാണ്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. കുറച്ച് വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നൂഡിൽസിനെ വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. നല്ല പോലെ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലോട്ട് നൂഡിൽസിനെ ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് നൂഡിൽസിനെ പൊടിച്ച് കളയരുത്, പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കണം. വെള്ളത്തിൽ നല്ല പോലെ താഴ്ത്തി വയ്ക്കാം. അടച്ച് വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഇത് റെഡിയായി കിട്ടും. നല്ല പോലെ വെള്ളത്തിലൊന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകരുത്. ഒരു 4 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനെ ഒന്ന് ഏകദേശം ഒന്ന് റെഡിയായി കിട്ടും. എനിക്കിവിടെ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിനെ വാർത്തെടുക്കുകയാണ്. വെള്ളമില്ലാതെ വാർത്തെടുക്കണം. ഒരു പ്ലേറ്റിലോട്ടിട്ട് നിരത്തി വെച്ച് കൊടുത്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ചിക്കനെ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കരുത്, സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ എന്തെങ്കിലും വേണം ഒഴിക്കാനായിട്ട്. ചിക്കനെല്ലാം നല്ലപോലെ നിരത്തിയിട്ട് കൊടുക്കാം. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും. നൂഡിൽസ് തണുത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉടഞ്ഞു പോവാതെ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതിയാകും. അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ മാറ്റി വെക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടെ വേണം ഇത് നൂഡിൽസിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഗ്രേവി. അതുകൊണ്ട് ഇതിനെ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നൂഡിൽസിനെ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തുള്ളത്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നൂഡിൽസിനെല്ലാം ഇട്ട് കൊടുക്കാം. നിരത്തി ഇട്ട് കൊടുക്കണം. ഒത്തിരി കട്ടിക്ക് ഇട്ട് കൊടുക്കരുത്. ഒരു ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിന് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാനായിട്ടാണ് ഇതിനെ. ഒത്തിരി ബ്രൗൺ ആയി കളറ് ഒത്തിരി അങ്ങോട്ട് ഡാർക്കായി പോകരുത്. അതും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനൊക്കെ കിട്ടിയാൽ മതിയാകും. ഇനി ഇതിനെ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ മാറ്റി വെച്ച ചിക്കനും വെജിറ്റബിൾസ് എല്ലാം എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതിലേക്ക് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി സോസാണ് അടുത്തത്. 1 ടേബിൾ സ്പൂണാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്. നല്ലപോലെ മിക്സ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 എണ്ണം സെറ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ എണ്ണം കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ അളവും കൂട്ടിയെടുക്കണം.
കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഒരു കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാകും. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒത്തിരി വെന്ത് പോവാതെ നോക്കണം. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് ഒരു ചെറിയ മധുരം വേണം, അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. മാറ്റി വെച്ച നൂഡിൽസിൻ്റെ മേലെയാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം എടുത്തു കൊണ്ടുവന്നിട്ട് ഒഴിക്കാനായിട്ട്. ചൂടാറിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും സെറ്റായി വരില്ല. നല്ല ചൂടോടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, എങ്കിലേ ഇത് നല്ലപോലെ ഇതിൻ്റെ ഗ്രേവി എല്ലാം ഇതിൽ നല്ലപോലെ പിടിക്കുള്ളൂ. അതേപോലെ കഴിക്കാനായിട്ട് ഇത് ഒഴിച്ച് വെച്ചിട്ട് 2 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം, എന്നിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോഴത്തേനും ഇത് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ബുൾസൈ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.